ഇന്നത്തെ പത്രത്തിലെ ഈ വാർത്ത കണ്ടപ്പോഴാണ് ഈ ആഴ്ചയിലെ നമ്മുടെ കാർട്ടൂണിന് ഇതൊരു വിഷയമാക്കാമെന്ന് തോന്നിയത്. VCയെ ചവിട്ടിത്താഴ്ത്തി SFI. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഓണാഘോഷ റാലി നടത്തിയ SFI പ്രവർത്തകർ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ പ്രതീകാത്മകമായി ചവിട്ടിത്താഴ്ത്തി. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണയായാണ് ഇവരെത്തിയത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയത് വിവാദമായതിന് പിന്നാലെയാണ് പുതിയ സമര രീതി. നമുക്ക് ഇതിൻ്റെ വരയിലോട്ട് കിടക്കാം. ഒരു പാർട്ടിയെ അപ്പാടെ ജനം ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയതാണ്. അതിൻ്റെ ഒരു ഇത് ഉൾക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇവന്മാർ ഇപ്പോൾ ഈ VCയെ ചവിട്ടി താഴ്ത്തുന്നു. ഇത് ഓർത്തപ്പോഴായിരിക്കും അവർക്ക് ഈ ഒരു ആശയം വീണ് കിട്ടിയത്. പത്ത് കൊല്ലം ഭരിച്ച് ഇവിടെ തേനും പാലും ഒഴുക്കി ഒരു കൂട്ടരാണ്. അവർക്കിടെ ജനം മടുത്തു മതിയാക്കി പാതാളത്തിലൊക്കെ ചവിട്ടി താഴ്ത്തി. എന്നിട്ടാണ് ഇത്തരം സമര ആഭാസങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇയാൾ മാവേലിയുടെ കണക്കത്തെ മാവേലി ഭരണം കാഴ്ചവെച്ചൊന്നും ഇതിന് അർത്ഥമില്ല. ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഭരണാധികാരിയെ ജനം ചവിട്ടി താഴ്ത്തി, ജനത്തിന് മടുത്തിട്ട് പാതാളത്തിലേക്ക്. ആ ഒരു അർത്ഥം മാത്രം എടുത്താൽ മതി. അവരുടെ പാർട്ടിയിൽ തന്നെ പാവപ്പെട്ടവരും കർഷക തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ് ഈ ചവിട്ടി താഴ്ത്തുന്നത്. അവർക്കാണ് മതിയായത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കുട്ടിക്കുരക്കന്മാരെ ഇറക്കി ചുടിയോറ് വാരിപ്പിക്കുകയാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസമാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ മറ്റേ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ പ്രതീകാത്മക ശവമടക്കം നടത്തിയത്. അത് കണക്കൊരു സമരാഭാസമാണ് ഇവിടെയും കണ്ടത്. അത് മറ്റേ കേസും പുകലും ആയപ്പോഴത്തേക്കും ഇപ്പം പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ സിസ തോമസിൻ്റെ ശവമടക്കമല്ല നടത്തിയത്, അവിടെ മറ്റേ കോളേജിലെ ബൾബിൻ്റെയോ ലൈറ്റിൻ്റെയോ മറ്റോ ശവസംസ്കാരം നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പം മുടന്തൻ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ അത് കണക്ക് ന്യായീകരണങ്ങൾ വന്നേക്കാം. ഞങ്ങൾ മറ്റേ മോഹൻ കുന്നുമ്മേലിൻ്റെ ശവമടക്കം മറ്റേ കുന്നുമ്മേലെ അല്ല ചവിട്ടി താഴ്ത്തിയത്, വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം വന്നേക്കാം. പക്ഷേ ഭരിക്കുന്നവരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ് ഈ കശ്മലന്മാരെയൊക്കെ ശരിക്കും അടിച്ചമർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവരെയൊക്കെ ശരിക്കും മാതൃപരമായി ശിക്ഷിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കും. ഈ കുട്ടിക്കുരങ്ങന്മാരെയൊക്കെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ തലയിരിക്കുന്നിടത്ത് കഴുത്ത് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഭരിക്കുന്നവർ ഒരുമാതിരി അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അത് ഈ മോഹൻ കുന്നുമ്മൽ ഒരു BJP ലൈനായതുകൊണ്ടാണോന്നും അറിയത്തില്ല. ഇവരുടെയൊക്കെ ഒരു സോഫ്റ്റ് സമീപനമാണ് ഭരിക്കുന്നവരിപ്പം പോലീസും ഒക്കെ കൈക്കൊള്ളുന്നത്. വരുന്ന തലമുറയെ മുഴുവനും അരാജകത്വത്തിലേക്ക് തള്ളിവിടാനേ ഇമാതിരിയുള്ള സമരങ്ങളും അതിനോട് ഈ സർക്കാർ കാണിക്കുന്ന അലംഭാവവും ഒക്കെ ഉപകാരപ്പെടുത്തുള്ളൂ. ജനങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ജനങ്ങൾ ചെയ്തു. ജനങ്ങൾ ആണ് ഇവരെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഭരിക്കുന്നവരും അധികാരികളും പോലീസും ഒക്കെയാണ്. അവരാണ് മൗനം ഭജിക്കുന്നത് ഇപ്പോൾ.
ഏതോ സിനിമയ്ക്കകത്ത് പറഞ്ഞ കണക്ക് ഇവനൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് തോന്നിപ്പോവും. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ വെർഷൻ കാണാം.